ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഇതുവരെ ഒരവസാനമായിട്ടില്ല. ദിവസങ്ങൾ പിന്നിടുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവനുകളുടെ എണ്ണം വർദ്ധിക്കുന്നതല്ലാതെ യുദ്ധം അവസാനിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. ലോകാരോഗ്യ സംഘടന പറഞ്ഞതുപോലെ ദിവസങ്ങൾ കഴിയും തോറും ഗാസ ഭൂമിയിലെ നരകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ ഓരോ 10 മിനിറ്റിലും ഒരു കുട്ടി വീതം കൊല്ലപ്പെടുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഗാസയിൽ മരണസംഖ്യ ഇതിനോടകം 10,000 കടന്നിരിക്കുകയാണ്. ഇതിൽ 40% കുഞ്ഞുങ്ങളാണ്. അതായത് ഓരോ ദിവസവും ശരാശരി 134 കുട്ടികളാണ് ഗാസയിൽ മരിച്ചു വീഴുന്നത്. ഒക്ടോബർ 7-നാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നത്. ഇപ്പോൾ 1 മാസം പിന്നിടുകയാണ്. ഇങ്ങനെ യുദ്ധം തുടങ്ങി 1 മാസം പിന്നിടുമ്പോൾ ഗാസ കുഞ്ഞുങ്ങളുടെ ശവപ്പറമ്പായി മാറിയെന്നാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറയുന്നത്. ഇപ്പോൾ ഗാസയിൽ കൊല്ലപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ലോകത്താകമാനം നടക്കുന്ന സംഘർഷങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ വാർഷിക കണക്കുകളേക്കാൾ മുകളിലായിരിക്കുകയാണ്. യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ കുരുന്നുകളുടെ ജീവനുകൾ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം അവസാനിപ്പിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടും ഇതിനിടെ വടക്കൻ ഗാസയിലെ അൽ ഷിഫ ആശുപത്രിയുടെ നേരെ ഇസ്രായേൽ സൈന്യം വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ്. കൂടാതെ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി. തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുകയായിരുന്ന നിരവധി പലസ്തീനികളും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇങ്ങനെ യുദ്ധവും യുദ്ധവെറികളും ഒരു വശത്ത് കനത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അവിടെ നിസ്സഹായരാകുന്നത്, പൊലിഞ്ഞില്ലാതാകുന്നത് ഓരോ കുഞ്ഞു ജീവനുകളുമാണ് എന്നുള്ളതാണ്.